6 months later, they asked one question. 6 മാസം കഴിഞ്ഞപ്പോൾ ഈ കംബോഡിയക്കാരെ ഈ സ്ത്രീയോട് ഒരു ചോദ്യം ചോദിച്ചു. Grace, why do you love us so much? ഗ്രേസ്, നിങ്ങൾ ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിപ്പാനുള്ള കാരണം എന്നാ? Grace said, because you are my friends. അപ്പൊ ഗ്രേസ് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരാ, അതുകൊണ്ടാ. No. Now we are your friends. അപ്പൊ കംബോഡിയക്കാർ പറഞ്ഞു, ഇപ്പോഴല്ലയോ നമ്മൾ കൂട്ടുകാരായത്. 6 months ago we were strangers, but you loved us. 6 മാസം മുമ്പാണ് ഞങ്ങൾ തികച്ചും അപരിചിതരായിരുന്നു, അപ്പോഴും നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചു. Why did you love us? എന്തുകൊണ്ടാ നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചേ? Grace said, because my God says I must love my neighbor as myself. അപ്പൊ ഗ്രേസ് പറഞ്ഞു, എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന്. To make the story very short, വളരെ ചുരുക്കമായിട്ട് പറയട്ടെ, they said, we want to come and see your God. Will you take us to your കംബോഡിയക്കാർ ചോദിച്ചു, നിങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് നിങ്ങളുടെ ദൈവത്തെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് ഒക്കുമോ എന്ന് ചോദിച്ചു. So Grace took her to church. ഗ്രേസ് ഇവരെയും കൊണ്ട് അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോയി. They were very warmly welcomed by the other people. മറ്റാളുകളൊക്കെ ഇവരെ വളരെ ഊഷ്മളതയോടെ ഒരു സ്വാഗതം ചെയ്തു. It was a Methodist church. ഇതൊരു മെത്തഡിസ്റ്റ് പള്ളിയായിരുന്നു. Touched by the love of the people, they said, we want to become Christians. ഇവിടുത്തെ ഈ ആളുകളുടെ സ്നേഹവും കരുതലും ഒക്കെ കണ്ടപ്പോൾ ഈ കംബോഡിയക്കാർ പറഞ്ഞു, ഞങ്ങൾക്കും ക്രിസ്ത്യാനികളാണ്. They were baptized. അവർക്ക് സ്നാനം കൊടുത്തു. Joined the church. അവര് ദേവാലയ പള്ളിയുടെ ഭാഗമായി. Then they made phone calls all over America to their friends and others who came from Cambodia. അവരവിടെ വന്ന് ഈ പള്ളിയുടെ ഭാഗമായ അംഗങ്ങളായി തീർന്നതിന് ശേഷം കംബോഡിയയിൽ നിന്ന് വന്ന് താമസിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇവർ ഫോൺ ചെയ്യുവാൻ തുടങ്ങി. They said, we have found God in America. അവർ പറഞ്ഞു, അമേരിക്കയിൽ ഞങ്ങൾ ദൈവത്തെ കണ്ടെത്തി എന്നുള്ള സദ്വർത്തമാൻ ഇവരെ എല്ലാം അറിയിച്ചു. We have found God in the love of the Christian people. ക്രിസ്തീയ സ്നേഹിതരുടെ ആ സ്നേഹ ബന്ധത്തിൽ ദൈവത്തെ ഞങ്ങൾ കണ്ടെത്തി എന്നുള്ള ദൂത് ഇവരെ അറിയിച്ചു. As a result, many more Cambodians became Christians. അതിന്റെ ഫലമായിട്ട് അനേക കംബോഡിയക്കാരെ ക്രിസ്തു മതത്തിലേക്ക് ചേരുവാനിടയായി. We have now 13 Cambodian Methodist churches in America. ഇന്ന് അമേരിക്കയിൽ 13 കംബോഡിയക്കാരുടെ പള്ളികളുണ്ട്. These 13 Methodist churches send 60 missionaries to Cambodia. ഈ 13 മെത്തഡിസ്റ്റ് പള്ളികൾ ചേർന്ന് 60 മിഷണറിമാരെ സുവിശേഷകരായിട്ട് കംബോഡിയയിലേക്ക് Now അയച്ചിരിക്കുകയാണ്. there are 60 Methodist churches in Cambodia. ഇപ്പോൾ കംബോഡിയയിലെ 60 മെത്തഡിസ്റ്റ് പള്ളികൾ സ്ഥാപിതമായി. Grace was not a great preacher. ഈ ഗ്രേസ് എന്ന് പറയുന്ന വനിതയുണ്ടല്ലോ, അവർ വലിയ പ്രസംഗികയൊന്നും She അല്ലായിരുന്നു. lived the gospel in front of this foreigner. എന്നാൽ ഈ വിദേശികളുടെ മുൻപാകെ സുവിശേഷം ജീവിച്ചു കാണിച്ചു. Live the gospel. സുവിശേഷത്തിൽ ജീവിക്കുക. Live the gospel. സുവിശേഷത്തിൽ ജീവിക്കുക. Mere proclamation of the gospel without living it will make it a hypocrisy. സുവിശേഷത്തിൽ ജീവിതം കാണിക്കാതെ വെറും പ്രസംഗത്തിൽ അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് കപടഭക്തിയായിരിക്കും. God is calling us to live the gospel. ദൈവം തമ്പുരാൻ ഇന്ന് നമ്മളെ വിളിക്കുകയാണ് സുവിശേഷത്തിൽ ജീവിക്കുക. There are more opportunities in the rest of the week to talk about, but tonight the call is very clear. ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ഈ വിളി വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ്. ബാക്കി ഭാഗങ്ങളൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം. God is telling every one of us, ദൈവം തമ്പുരാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയുകയാണ്, my son, my daughter, my child, എന്റെ പ്രിയ സഹോദര സഹോദരി, എന്റെ കുഞ്ഞെ, if you want to please me, നിനക്ക് എന്നെ പ്രസാദിപ്പിക്കണമെങ്കിൽ live the gospel. നീ സുവിശേഷത്തിൽ Live the gospel. സുവിശേഷത്തിൽ Live the ജീവിക്കുക. gospel. സുവിശേഷത്തിൽ ജീവിക്കുക. Amen. ആമേൻ.